ആയുസ് മുനിശാപം നിമിത്തം ഒരു സർപ്പമായി മാറി. ആ വേള രാജ്യത്തിൻ്റെ അധികാരം പ്രഥമ സന്തതിയാകുന്ന യതിക്കായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ യതിയാവട്ടെ തനിക്കൊരു സന്യാസ ജീവിതത്തോട് മാത്രമേ താല്പര്യമുള്ളൂ എന്ന്. അതിനാൽ തന്നെ അദ്ദേഹം തൻ്റെ ആത്മീയ ജീവിതത്തിലേക്ക് പുറപ്പെട്ടു. അപ്പോഴേക്കും തൻ്റെ രാജ്യത്തിൻ്റെ ചുമതല യയാതിക്ക് ആയി മാറുകയും ചെയ്തു. അങ്ങനെ തൻ്റെ രാജ്യഭരണത്തിൻ്റെ ഇടയിൽ നായാട്ടിനായി ഗമിച്ച യയാതി അസുരരാജാവാകുന്ന വൃഷപർവൻ്റെ പുത്രി ശർമ്മിഷ്ഠയും അസുരഗുരു ശുക്രാചാര്യരുടെ പുത്രിയാകുന്ന ദേവയാനിയും പരിവാരങ്ങളും വനത്തിൽ നീരാട്ടിന് ഗമിക്കും വേള ദേവരാജൻ ഇന്ദ്രൻ അതിസുന്ദരിയായ രാജകുമാരി ശർമ്മിഷ്ഠയുടെ നഗ്നത ദർശിക്കുവാൻ ആഗ്രഹിക്കുകയും അതേ കാരണത്താൽ തന്നെ ആ രാജകുമാരി നഗ്നയായി നീരാടും വേള പടവിൽ വച്ചിരുന്ന വസ്ത്രങ്ങൾ കാറ്റുവരുത്തി പറത്തി. ഭീകരമായ ആ അന്തരീക്ഷം കണ്ട് ദേവയാനിയും മറ്റു തോഴിമാരും അവളെ ഏകയായി അവിടെ ഉപേക്ഷിച്ചുകൊണ്ട് കൊട്ടാരത്തിലേക്ക് ഓടിയകന്നു. അപ്പോഴേക്കും ഭയചിത്തയായ ശർമ്മിഷ്ഠ നിലവിളിക്കുകയും ആ വേള നായാട്ടിന് അവിടെ എത്തിയ യയാതി അത് ശ്രവിക്കുകയും അദ്ദേഹം കുളത്തിന് സമീപത്തേക്ക് എത്തിയപ്പോൾ നഗ്നയായി നിരാലംബയായി നിൽക്കുന്ന അവളെ കാണുകയും ചെയ്തു. എന്നാൽ യാതൊരു ദുർചിന്തയും കൂടാതെ യയാതി അവളെ അവിടെ നിന്നും രക്ഷിക്കുകയും ചെയ്തു. അങ്ങനെ കുറച്ചു കാലങ്ങൾ കഴിഞ്ഞു. ശുക്രാചാര്യരുടെ പുത്രിയാകുന്ന ദേവയാനിയെ യയാതി മഹാരാജൻ കണ്ടുമുട്ടി. അവളിൽ പ്രേമാദ്രൻ ആകുകയും ചെയ്തു. അങ്ങനെ ഇരുവരുടെയും വിവാഹം നിശ്ചയിക്കുകയും ചെയ്തു. അപ്പോഴേക്കും ശർമ്മിഷ്ഠയിൽ യയാതിയോട് പ്രണയം ജനിച്ചിരുന്നു. തൻ്റെ നഗ്നത ദർശിച്ച ഒരുവനെ മാത്രമേ താൻ വരിക്കുകയുള്ളൂ എന്ന് ശാഠ്യം പിടിച്ചു ശർമ്മിഷ്ഠ. എന്നാൽ കുലത്തിൻ്റെ നന്മയ്ക്കായി കുലഗുരുവാകുന്ന ശുക്രരുടെ പുത്രിയുടെ സേവകയായി മാറുവാനായിരുന്നു അവളുടെ വിധി. അങ്ങനെ ദേവയാനിയുടെയും യയാതിയുടെയും വിവാഹം കഴിഞ്ഞു. അവരുടെ സേവകയായി ശർമ്മിഷ്ഠ ഗമിക്കുവാൻ വിധിക്കപ്പെട്ടു. എന്നാൽ യയാതിക്ക് ദേവയാനിയോട് കൂടെ അല്ലാതെ ശർമ്മിഷ്ഠയോട് ബന്ധമുണ്ടായിരുന്നു. അങ്ങനെ ആ ബന്ധത്തിൽ ഭൃഗു, അനു, പുരു എന്നീ സന്താനങ്ങൾ ജനിച്ചു. അങ്ങനെ തൻ്റെ പതിക്ക് ശർമ്മിഷ്ഠയോടുള്ള ബന്ധം തിരിച്ചറിഞ്ഞ ദേവയാനി പിതാവായ ശുക്രാചാര്യരുടെ പക്കലേക്ക് ദുഃഖിതയായി ഗമിക്കുകയും തൻ്റെ പുത്രിയുടെ ദുഃഖത്തിന് കാരണമായ യയാതിയെ ശുക്രാചാര്യർ ശപിക്കുകയും ചെയ്തു. അകാലത്തിൽ ജരാനരകൾ ബാധിച്ച് വൃദ്ധനായി മാറട്ടെ എന്നതായിരുന്നു ആ ശാപം. അങ്ങനെ തനിക്ക് ലഭ്യമായ ശാപത്തിൽ ഭയന്ന് തൻ്റെ ഭാഗത്തുണ്ടായ തെറ്റിന് പ്രായശ്ചിത്തമായി യയാതി ശുക്രാചാര്യർക്ക് മുൻപാകെ കേണു. യയാതിയുടെ പശ്ചാത്താപത്തിൽ പ്രീതിപ്പെട്ട ശുക്രാചാര്യർ യയാതിക്കൊരു ശാപമോക്ഷമാർഗം പറഞ്ഞു നൽകി. തനിക്ക് ശാപത്തിലൂടെയുണ്ടായ വാർദ്ധക്യം മറ്റൊരുവൻ സ്വീകരിച്ച് പകരം അവൻ്റെ യുവത്വം തനിക്ക് സ്വീകരിക്കാവുന്നതും യൗവനം നിലനിർത്താവുന്നതുമാകുന്നുവെന്ന് പറഞ്ഞു. അങ്ങനെ യൗവനയുക്തരായ തൻ്റെ ദേവയാനിയിൽ പിറന്ന പുത്രന്മാരാകുന്ന യദു, തുർവാസു എന്നിവരുടെ പക്കലും ദ്രുഹു, അനു എന്നീ പുത്രന്മാരുടെ സമീപത്തും തൻ്റെ അപേക്ഷയുമായി ചെന്നു ആ ശിവപൗത്രൻ. എന്നാൽ അവർ പിതാവിനെ പരിഹസിച്ച് പറഞ്ഞയച്ചതല്ലാതെ യാതൊരു ഗുണവും ഉണ്ടായില്ല. എന്നാൽ അവസാന പ്രതീക്ഷ എന്നോളം യയാതി തൻ്റെ ഇളയ സന്താനമാകുന്ന പുരുകുമാരൻ്റെ പക്കൽ എത്തിച്ചേർന്നു. യയാതി ആവട്ടെ പുരുവിനോടായി, നീ നമ്മുടെ പ്രിയപുത്രനാകുന്നു പുരു, നീ മഹായോഗ്യനായി വരൂ. നമുക്കിപ്പോൾ ജരയും ചുളിയും നരയും വന്നുകൂടിയിരിക്കുന്നു ശുക്രൻ്റെ ശാപകാരണത്താൽ. നാം അകാലത്തിൽ ഇത്രയും മഹാപാപം പേറി നടന്നാൽ നമ്മുടെ രാജ്യത്തിൻ്റെ ഭാവി വളരെ പരിതാപകരമായി മാറും. കൂടാതെ നമുക്ക് യൗവനത്തിൻ്റെ സുഖം അനുഭവിച്ച് തൃപ്തി വന്നിട്ടുമില്ല പുത്ര. അതിനാൽ തന്നെ നമ്മുടെ ഈ പാപം ജരയോടുകൂടി സ്വീകരിച്ചുകൊണ്ട് നിന്റെ യുവത്വം നമുക്ക് നൽകിയാലും ശേഷം 1000 വർഷം കാലത്തിനപ്പുറം നാം നിന്റെ യൗവനം തിരികെ നൽകാവുന്നതാകുന്നു എന്ന് യയാതി അപേക്ഷിച്ചു. തൻ്റെ പിതാവിൻ്റെ ദയനീയമായ ഈ വാക്കുകൾ കേട്ട് ദുഃഖിതനായ ആ ഉത്തമപുത്രൻ പുരു ഇപ്രകാരം തൻ്റെ പിതാവിനോട് പറഞ്ഞു: ഹേ മഹാരാജാവേ,
ഭവാൻ പറയുന്നത് വിധം നാം ചെയ്യുവാൻ തയ്യാറാകുന്നു. നാം ഭവാന്റെ പാപത്തോടുകൂടി ജരയെ ഏറ്റുവാങ്ങുന്നു. പകരമായി നമ്മുടെ യൗവനത്തെ ഭവാൻ വാങ്ങുക. വേണ്ടുവോളം കാമസൗഖ്യങ്ങൾ അനുഭവിക്കുക. തൻ്റെ പുത്രൻ്റെ വാക്കുകൾ ശ്രവിച്ച ആ പിതാവ്, പുരു, ഞാൻ നിന്നിൽ പ്രീതനായിരിക്കുന്നു. പ്രീതിയോടുകൂടി ഞാൻ നിന്നെ അനുഗ്രഹിക്കുന്നു. ഞാൻ എൻ്റെ പ്രായവും രൂപവും നിനക്ക് തരുന്നു. നിന്റെ നാട്ടിൽ സർവകാമ സമ്പൂർണരായി തീരട്ടെ എന്ന് ആ പുത്രനെ ആശീർവദിക്കുകയും ചെയ്തു. അങ്ങനെ പുരു തൻ്റെ പിതാവിന് തൻ്റെ യൗവനം നൽകിക്കൊണ്ട് പിതാവിൻ്റെ പാപവും പേറി 1000 വർഷക്കാലം ജീവിച്ചു.